ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ അനി കേക്കുമായിട്ട് ആദർശിൻ്റെ നയനയുടെ അടുത്തേക്ക് വരിക. ഇന്ന് ഇവിടെ കേക്ക് മുറിക്കേണ്ടതെന്നും പറഞ്ഞു. അപ്പോൾ അതെന്തിനാണ് നീ അങ്ങനെ ചെയ്യുന്നതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഞാനും തന്നെ ഇഷ്ടത്തിന് ചെയ്തതല്ല, ഇതെൻ്റെ വലിയമ്മ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. അതെ ഞാനാ ബേക്കറിയിൽ വിളിച്ചിട്ട് നല്ലൊരു കേക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞതെന്ന കാര്യം ദേവയാനി എന്നേരം പറയുക ഇവരോട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പോഴേ ഇനി രണ്ടാളും കൂടെ ചേർന്ന് കേക്ക് അങ്ങ് മുറിക്കാൻ പറയും. ഞങ്ങളെന്തിനാണ് മുറിക്കുന്നത്? ഇന്നത്തെ വിന്നർ അനിയല്ലേ എന്ന് നയന ചോദിക്കുമ്പം ഞാനാണ് വിന്നറെങ്കിലേ എൻ്റെ പിന്നിൽ നിന്ന് എനിക്ക് പിന്തുണ നൽകിയത് ഏട്ടനും ഏട്ടത്തെയും കൂടി അല്ലേ എന്ന് ചോദിച്ചു ആദർശിനോടും നയനയോടും അനി. അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടെ വേണം ഈ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തർക്കം വേണ്ട, നിങ്ങൾ മൂന്നാളും കൂടി ഈ കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു മുത്തശ്ശി. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ ആണെന്ന് നമ്മുടെ നയന. അങ്ങനെ അവർ കേക്ക് മുറിക്കാൻ തുടങ്ങുമ്പോൾ ഇന്നത്തെ ദിവസം മനസ്സിൽ അത്രത്തോളം സന്തോഷമുണ്ടെന്ന് ദേവയാനി പറയാം. അതെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാനത് വകവയ്ക്കുന്നില്ല, ഞാനൊന്ന് കേക്ക് കഴിക്കും, നിങ്ങൾ കേക്ക് മുറിക്കും മക്കളെ എന്നും പറഞ്ഞോട് മുത്തശ്ശി. അങ്ങനെ അവർ 3 പേരും കൂടെ കേക്ക് മുറിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു, എല്ലാവരും കേക്കും കഴിച്ചു. അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം കളറായെന്ന് നമ്മുടെ അനി. നമ്മുടെ തറവാട്ടിൽ വെച്ച് കേക്ക് മുറിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും അഭിയുടെ അപ്പച്ചിയുടെ ഒക്കെ കാര്യം ആലോചിക്കുമ്പോൾ അവിടെ ഒരു കേക്ക് മുറിക്കണമായിരുന്നു മുത്തശ്ശി, അതും അവരുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെയെന്നും അനി പറയാം. AN ജ്വല്ലറി വിഷു തൂക്കിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു 3 പേർക്കും. അതിന് ചെറിയൊരു തിരിച്ചടി നമ്മൾ കൊടുക്കണമായിരുന്നു എന്ന് അനി പറയാം. മോളെ, അതിൻ്റെ ഇടയ്ക്ക് നവ്യ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അമ്മയെന്ന് ആദർശ്. മോളെ നീ സൂക്ഷിക്കണം, മോൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് പോലും അവൾക്ക് ദേഷ്യമായിരിക്കുമെന്ന് ദേവയാനി. നിങ്ങളെ രണ്ടാളെയും അത്രയ്ക്ക് വെറുക്കുന്ന കൂട്ടത്തിലാണ് നവ്യ ഇപ്പോൾ ഉള്ളത്. ഞാൻ തളർന്നു വീണു എന്ന് അറിഞ്ഞിട്ട് വന്നതാണെന്ന് നയന പറയുമ്പോൾ മോളെ, രക്തബന്ധത്തിലുള്ളവരാണെങ്കിലും ശരി ശത്രുത ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നും പ്രത്യേകിച്ച് ഇങ്ങനൊരു അവസ്ഥയിൽ അതും ശ്രദ്ധിക്കണമെന്നും മുത്തശ്ശി പറഞ്ഞു കൊടുക്കുവാണ്. അവർ ചിലപ്പോൾ ഇങ്ങോട്ടെ അഭി പറഞ്ഞു വിട്ടതായിരിക്കുമെന്നും അത് ഏട്ടത്തിക്ക് അപകടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല, ഇവിടുത്തെ ന്യൂസ് പിടിക്കാനും കൂടെ വേണ്ടിയിട്ടായിരിക്കും എന്ന് അനി പറയണു. കുറച്ച് ദിവസം മുൻപ് വരെ ഇവളെ കണ്ട കടിച്ചു കീറി കൊല്ലാൻ വരുമായിരുന്നു. അങ്ങനെയായിരുന്നു അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. പെട്ടെന്ന് എന്തോ ബോധോദയം ഉണ്ടായതുപോലെ അവൾ കുറച്ച് ഫ്രൂട്ട്സുമായിട്ടൊക്കെ വന്നതെന്ന കാര്യം പറയുന്നു ആദർശ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആര് വന്നാലും 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരാളാണല്ലോ എൻ്റെ ഭാര്യ. മുമ്പ് അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ നാളുകളിൽ എന്നോടും അമ്മയോട് ഫൈറ്റ് ചെയ്ത് നിന്ന പെണ്ണായി ഇവള്. ഇപ്പം ആ സ്വഭാവമൊക്കെ പാടെയങ്ങ് മാറിയവളുടെ. അന്നേരം മോള് കുറച്ചുകൂടി ബോൾഡായ കേട്ടേ പറ്റൂ, പഴയ നയനെ ആവണമെന്ന് ദേവയാനി പറഞ്ഞു കൊടുക്കണം. കാരണം ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ തറവാട്ടിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് കമ്പനിയുടെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്യും. കമ്പനിയിലെ മെയിൻ ഡിസൈനറാണ് മോള്, അതിൻ്റെ ഒരു പവർ അത് മോള് കാണിക്കുക തന്നെ വേണം എന്ന കാര്യവും ദേവയാനി പറയുമ്പം മുത്തശ്ശിയും പറഞ്ഞു അത് ശരിയാ മോളെ, അങ്ങനെ വേണമെന്ന്. അപ്പോഴേ എല്ലാവരും കൂടെ നിരന്ന് നിന്നേ ഒരു സെൽഫി എടുത്തിട്ട് അത് സ്റ്റോറി ഇടാവുന്ന നമ്മുടെ അനി. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സെൽഫി എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നവ്യ കൂട്ടുകാരിയായിട്ട് കണ്ട് സംസാരിക്കുക. അപ്പോൾ മൂർത്തി ജ്വല്ലറി വിജയിച്ചതിൻ്റെ സന്തോഷം നവ്യ ഇങ്ങനെ കൂട്ടുകാരിയായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരി ചോദിച്ചു, AN ജ്വല്ലറിയുടെ പതനം തുടങ്ങിയല്ലേ? അതെ, മൂർത്തീസ് ജ്വല്ലറിയുടെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട ദിവസമാണിന്ന്. അനി MD ആയതുകൊണ്ടേ കമ്പനി ഇനി മെച്ചപ്പെടില്ല എന്നായിരുന്നു അവരുടെയൊക്കെ വിചാരം എന്ന് നവ്യ പറയുമ്പം എല്ലാത്തിൻ്റെയും പിന്നിൽ ആദർശാറല്ലേ എന്ന് ചോദിക്കുമ്പം അതെ, ആദർശേട്ടൻ മടങ്ങി വരണം. ഒരു സമയത്തെ ഏറ്റവും കൂടുതൽ അയാളെ ഞാൻ വെറുത്തതാ, എന്നാൽ ഇന്ന് എനിക്കറിയാം അയാളെ പോലെ നല്ല മനസ്സുള്ള ചെറുപ്പക്കാർ ഇന്നധികം കാണത്തില്ല എന്ന്. എന്തുകൊണ്ടാണ് മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനം മുത്തശ്ശൻ ആദർശേട്ടന് കൈമാറിയത് എന്നുള്ളതിൻ്റെ ഉത്തരവാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നവ്യ പറയണം. ആദർശനെ പോലെ തന്നെ ഒരാളാണ് ആ കുടുംബവും കമ്പനിയും ഒക്കെ നോക്കേണ്ടതെന്ന് നവ്യ പറയുവാണ്. മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി സ്വന്തം സുഖം തല്ലിക്കെടുത്താനും മടിയില്ലാത്ത കൂട്ടത്തിലാണ് ആ മനുഷ്യനെന്നൊക്കെ പറയുമ്പോൾ കൂട്ടത്തിൽ നിന്റെ അനിയത്തി നയനയും പ്രശംസിക്കുന്നത് നന്നായിരിക്കും. നിന്റെ ജീവിതം തകരാതിരിക്കാൻ അനിയത്തിയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പം അതുകൊണ്ടാണ് അവൾക്കൊരവസ്ഥ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്നതെന്ന് നവ്യ പറയാട്ടോ. ഞാനവിടെ പോയത് ചതിയായിട്ടാണെന്ന് ആദർശേട്ടൻ പറഞ്ഞെങ്കിലും അതിലെനിക്ക് വേദനയൊന്നും തോന്നിയതേ ഇല്ല. ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ നയനെയൊന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞു നവ്യ. അപ്പം നീ ശരിക്കും ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് AN ജ്വല്ലറിക്ക് തകർച്ച ഉണ്ടായതെന്ന് അവർ അന്വേഷിക്കുമെന്നും ആ ഒരു സമയത്ത് നീ ചാരപ്പണി ചെയ്തു എന്നറിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പോലും അവർ നിന്നെ അനുവദിക്കില്ല എന്ന് പറയുവാണ്
ഈ കൂട്ടുകാരി. അപ്പോൾ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, മരണം മുന്നിൽ വന്ന് നിന്നാലും ഞാനിനി ഭയക്കില്ല, കാരണം അത്രത്തോളം വഞ്ചിക്കപ്പെട്ടൊരു പെൺകുട്ടിയാണ് ഞാനെന്ന് നവ്യ കൂട്ടുകാരിയോട് പറയുവാണ്. അങ്ങനെയുള്ളവൾക്ക് ഒന്നിനെയും ഇനി പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും അനന്തപുരിയിലുള്ളവരെന്നും നവ്യ പറയുന്നു. പ്രത്യേകിച്ച് നയനയും ആദർശേട്ടനും ഒക്കെ എൻ്റെ അനന്ത പത്മനാഭനെ വിട്ട് കളയില്ല എന്നും നവ്യ പറയുവാണ്. ആ ഒരു ഉറപ്പെനിക്ക് ഉള്ളിടത്തോളം മരണത്തെ പേടിക്കേണ്ട കാര്യം എനിക്കില്ല എന്നും അഭി തകരുന്നത് വരെ ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നും നവ്യ പറയുക. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചുടുചോര പൊഴിയണം, അതാണ് എൻ്റെ ആവശ്യം എന്നുള്ള ശബ്ദം എടുക്കുക നവ്യ അവിടെ നിന്ന്. അങ്ങനെ നവ്യ കൂട്ടുകാരിയായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്ന അഭി ആട്ടോ. അഭി ഇങ്ങനെ അനന്തപുരിയിൽ ഇങ്ങനെ ആലോചനയായിട്ട് നിൽക്കുന്ന സമയത്ത് അനിയത്തി അങ്ങോട്ടേക്ക് ചെല്ലുക. നമ്മൾ ജയിക്കുമെന്ന് തന്നെയായിരുന്നു അവസാന നിമിഷം വരെയുള്ള നമ്മുടെയൊക്കെ ചിന്ത. അച്ഛനൊക്കെ ഇത് വല്ലാത്ത ഷോക്കായിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അച്ഛൻ നിന്നെ അങ്ങനെ പിന്നെ വിളിച്ചോ നീ ചോദിക്കുമ്പം വിളിച്ചിരുന്നു, അങ്ങനെ നമുക്ക് തോന്നുമ്പോഴൊന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ അഭിയേട്ടാ, എല്ലാവരും മാളവിക എന്ന് പറയുന്ന ഒരുത്തെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ അവളുടെ ഡിസൈൻ്റെ ഡിമാൻഡ് പോയെന്നും അവളെക്കാളും കഴിവുള്ള ആരെയോ മൂർത്തി ജ്വല്ലറി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പം അങ്ങനെയെങ്കിൽ അവരെ നമ്മുടെ കമ്പനിയിൽ എത്തിക്കാൻ നോക്കണമെന്ന് അഭി അവന്തികയോട് പറയുക. ഇന്ന് സ്വിറ്റ്സർലൻഡ് കമ്പനിക്കാർ ആ ഡിസൈനിൽ മയങ്ങി വീണതുപോലെ കസ്റ്റമേഴ്സും വീഴുകയാണെങ്കിൽ അധികം വൈകാതെ മൂർത്തി ജ്വല്ലറി നമുക്ക് മുകളിൽ ഉണ്ടാകുമെന്ന് അഭി പറയുക. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് അഭിയേട്ട, അനിയേട്ടൻ്റെ വിജയത്തിൽ എന്ന് അവന്തിക പറയുമ്പോൾ, ഓ നീ കെട്ടാൻ പോവല്ലേ അവനെ അല്ലേ എന്ന് അഭി. അപ്പോൾ അവന്തിക ഒന്ന് ചിരിച്ചു. അതുകൊണ്ട് അവൻ ജയിക്കാനായിരിക്കും നീ പ്രാർത്ഥിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പം, ഞാൻ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല, അല്ലെങ്കിൽ തന്നെ തൻ്റെ അച്ഛൻ തോക്കണമെന്ന് ഏതെങ്കിലും മക്കൾ ആഗ്രഹിക്കുമെന്ന് ചോദിക്കാവധിക. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, കുറേ വിജയങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോഴേ നമ്മളെല്ലാം നിസ്സാരമായിട്ട് കണ്ടു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വിധി വന്നതെന്ന് അവന്തിക അഭിയോട് പറയുമ്പോൾ, ഈ വിധി നമുക്കുണ്ടായതിന് പിന്നിൽ അനി മാത്രമല്ല അവന്തികയെ എന്ന് പറയുകയാണ് അഭി. ആദർശം നയനയൊക്കെ അതിനു വേണ്ടി നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുകയാണ് അഭിയെ. ആ ഡിസൈനുകൾ ചിലപ്പോൾ തയ്യാറാക്കിയത് അവളായിരിക്കും നയന എന്ന് പറയുമ്പം, പ്രസവത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന അവള് ഓവർ സ്ട്രെയിനൊക്കെ എടുക്കുമെന്ന് ചോദിച്ചപ്പം എടുക്കും, എൻ്റെ തല താഴ്ന്നിരിക്കുന്നത് കാണാൻ വേണ്ടി എടുത്തിരിക്കും, AN ജ്വല്ലറി തകരുന്നത് കാണാൻ വേണ്ടിയിട്ട് അവൾ രാജകീയമായി തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവളാണെന്ന കാര്യവും പറഞ്ഞു. അതിനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അച്ഛൻ വെറുതെ ഇരിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് അഭി. ആദർശിനെയും നയനെയും ആ നന്ദുവിനെയൊക്കെ മിക്കവാറും കൈകാര്യം ചെയ്യും. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ അതിനിടയ്ക്ക് എൻ്റെ അനിയേട്ടനെ അതിൽ തിരിയരുത് കേട്ടോ എന്ന് അവന്തിക പറയുന്നു. ഭാവിയിൽ ഞാൻ അനിയേട്ടനൊപ്പമാണ് ജീവിക്കേണ്ടതെന്നും അനിയേട്ടൻ്റെ എല്ലാ വിജയങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം തന്നെയാണെന്ന കാര്യവും പറയുവാണേ. അവിടെ എനിക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നും. അപ്പോൾ കമ്പനിക്കകത്ത് ഏതോ ചാരൻ കടന്നുകൂടിയെന്നാണ് അച്ഛൻ പറയുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയായിരിക്കാം. ഓരോ സ്റ്റാഫിനെയും നമ്മൾ അമിതമായി വിശ്വസിക്കാൻ പാടില്ല എന്നും ഇത്തിരി പൈസ കിട്ടുമെന്ന് കണ്ടാലേ കാല് മാറുന്നവരാണ് പലരുമെന്ന കാര്യങ്ങളൊക്കെ അവന്തിക പറയുന്നു. നമുക്കൊക്കുമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണമെന്ന് അവന്തിക. അച്ഛൻ ഇപ്പോൾ ഉണ്ടായതേ വലിയൊരു തിരിച്ചടിയാണെന്നും ആ ഒരു വേദനയിൽ അച്ഛൻ കഴിയുമ്പോഴേ നമ്മൾ മക്കളെ ആശ്വസിപ്പിക്കാൻ അടുത്തുണ്ടാവണമെന്ന കാര്യങ്ങളും അവന്തിക പറഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. അവന്തിക അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അഭി പിന്നെയും നിന്ന് ആലോചന തുടങ്ങുവാണ്. എന്നാലും അതെങ്ങനെയായിരിക്കും സംഭവിച്ചത് എന്നിങ്ങനെയുള്ള. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനിയാട്ടം. അനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവിനെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. നന്ദു ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്ന് ഞങ്ങളെ അവർ പിടിച്ചടക്കിയടി AN ജ്വല്ലറി തൂക്കി നിലത്തടിച്ചു എന്നാനി. അതിന് സാക്ഷിയായിട്ടേ അവനും ഉണ്ടായിരുന്നു അഭി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു, സത്യം പറയാലോ ഇന്നത്തെ പോലെ ഞാൻ പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഉണ്ടാവില്ല എന്ന് നന്ദു പറയാ സമയത്ത്. എല്ലാത്തിനും നന്ദി പറയേണ്ടതേ ആദർശേട്ടനോടാണെന്ന കാര്യം അനി പറയുവാണ്. ആദർശേട്ടൻ തെളിച്ച റൂട്ടിലൂടെയാണ് ഞാൻ പോയത്, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. എങ്കിലും നീ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് അഭിയെ പുറത്താക്കിയെന്ന് ഏത് നേരവും അവൻ പറയുമായിരുന്നു എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവൻ GM ആയപ്പോൾ AN ജ്വല്ലറിയിൽ ഏതാണ്ട് മല മറിച്ചു എന്നൊക്കെയല്ലേ അവൻ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്ന് ചോദിക്കുവാണേ. എന്തായാലും അവൻ ആദ്യമായിട്ട് പങ്കെടുത്ത ആ ഒരു ഡീൽ അങ്ങ് പൊളിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞെന്ന് മാത്രമല്ല, അത് വല്ലാത്തൊരു നിരാശയായിരുന്നു അവനും MDക്കും ഒക്കെ എന്നും അനി പറയാം. എന്ന് വെച്ചാലേ അവസാന നിമിഷം വരെ ഞാനങ്ങോട്ട് ചെല്ലില്ലെന്നായിരുന്നേ അവരുടെയൊക്കെ ഒരു ധാരണ. അല്ല, അങ്ങനെ ഒരു ധാരണ പരത്താൻ പറഞ്ഞതേ എന്നോട് ആദർശേട്ടൻ തന്നെയാണെന്നും പറഞ്ഞു. സ്വന്തം അനുഭവം കൊണ്ടല്ലേ ആദർശേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. കാലെ കൂട്ടിയെല്ലാം അറിഞ്ഞിരുന്നെങ്കിലേ നിന്നെ ട്രാപ്പിലാക്കാനും അവരൊക്കെ ശ്രമിക്കുമായിരുന്നു. കള്ളക്കടത്ത് സ്വർണമായിട്ട് വന്ന ഒരു ഡ്രൈവറെ നിമിഷം നേരം കൊണ്ട് ഈ ഡേവിഡും അവൻ്റെ മുകളിലുള്ള ആൾക്കാരും കൂടെ ചേർന്ന് തട്ടിക്കളഞ്ഞു. എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാ അവർ. അത്തരക്കാരെ
നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണമെന്ന് നന്ദു പറഞ്ഞു കൊടുക്കും എനിക്ക്. പിന്നെ അതൊക്കെ പോട്ടെ, നീ ഇന്നത്തെ വിജയം കേക്ക് മുറിച്ച് ആഘോഷിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എനിക്കതിൻ്റെ പങ്കൊന്നും ഇല്ലേ എന്ന് നന്ദു ചോദിക്കുമ്പം അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഞാനൊരു ഡിന്നർ ഒരുക്കിയിട്ടുണ്ട് എന്ന് അനി നന്ദുവിനോട് പറഞ്ഞു. പിന്നെ അന്ന് കടപ്പുറത്ത് വെച്ച് ഒരു ബർത്ത്ഡേ കേക്ക് ഒരുക്കിയില്ലേ, അതിനടുത്തുള്ളൊരു ഹോട്ടലിലാണ്. അവിടെ നീ ഇന്ന് ഈവനിങ്ങിൽ വന്നോ? അതിനെ പറ്റുമെന്നൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ നീ പെട്ടെന്നല്ലേ ഇതൊക്കെ ഒന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പം ദേ നോക്ക, എന്നെ വെറുതെ വാശി പിടിപ്പിക്കരുത് കേട്ടോ നന്ദു. ഇന്നത്തെ ദിവസം എന്തൊക്കെ തിരക്കുണ്ടായാലും നീ എനിക്കൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പം നീ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വരാതിരുന്നാലേ നിന്റെ സ്വഭാവം എനിക്ക് പേടിയാണ് നമ്മുടെ നന്ദു. ഉറപ്പായിട്ട് നീ പേടിക്കണം. നീ ഇന്ന് ഡിന്നറിൽ പങ്കെടുത്തില്ലെങ്കിലേ നിന്റെ വീട്ടിലേക്ക് ഞാൻ അങ്ങ് ഇടിച്ചു കയറി വരുമെന്നും അന്ന് മതിലിയാടി വന്നില്ലേ അതുപോലൊരു വരവ് ഞാൻ അങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞപ്പം അയ്യോ അതൊന്നും വേണ്ട, നീ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കൊള്ളാമെന്ന് നമ്മുടെ നന്ദു. എന്താ പോരേന്ന് ചോദിച്ചു. മതി മതി. പിന്നെ എടാ നമുക്ക് നവീനേട്ടനെ കൂടി ഒന്ന് വിളിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുമ്പം വേണ്ടല്ലേ എടി, നീ ഞാൻ മാത്രമുള്ള ഒരു സ്ഥലത്ത് നീ ഇതിന് അവനെ വിളിച്ച് കയറ്റുന്നത് എന്ന് അനി ചോദിക്കുമ്പം എടാ വെറുതെ ചോദിച്ചെന്നല്ലേടാ ഉള്ളൂ, എന്നാലല്ലേ നിന്റെ ദേഷ്യം കാണാൻ പറ്റുള്ളൂ എന്ന് നന്ദു ഇങ്ങനെ ചോദിച്ചു. ശരി ശരി, അപ്പം നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ കൈ കൊടുക്കാം. അപ്പോൾ പോട്ടെ എന്നും പറഞ്ഞ് കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ അനി ഇങ്ങനെ അവിടുന്ന് പോകണു. നന്ദു ഹാപ്പിയായി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതേ നമ്മുടെ നയനയും അതുപോലെ മുത്തശ്ശിയും കൂടെ ഒക്കെ ഇരിക്കുക. അപ്പോൾ നയന മുത്തശ്ശൻ അന്ന് തന്നെ ഹോസ്പിറ്റലാക്കിയപ്പോഴെങ്കിലും എന്നോട് അടുത്ത് ഇടപഴകുമെന്നാണ് കരുതിയതെന്നുള്ള കാര്യം നയന ഇങ്ങനെ പറയാം. ആദർശേട്ടനോട് ദേഷ്യമൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇങ്ങനൊരു അവസ്ഥയിൽ കഴിയുന്ന എന്നോട് അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ മുത്തശ്ശി എന്ന് നയന ചോദിക്കും. അച്ഛൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വാശിയല്ല ദുർവാശിയാണെന്ന് വേണം പറയാനെന്ന് നയന പറയുമ്പം അതെനിക്കും തോന്നാതിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്നേഹം കാണും മോളെ എന്ന് മുത്തശ്ശി ഇങ്ങനെ നയനോട് പറയുന്നു. ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ടാണോ ഹോസ്പിറ്റലിൽ വെച്ച് ഗൗരവത്തിൽ അങ്ങനെ പോയത്? എങ്കിലും അമ്പലത്തിൽ നിന്ന് മോളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയില്ലേ? പിന്നെ ആദർശിനൊപ്പം മോൾ ഇങ്ങോട്ട് വന്നു എന്ന് ഒരു ദേഷ്യം ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നത്. അമ്മ നാഴികയ്ക്ക് 40 വട്ടം നീതിയെപ്പറ്റിയും ന്യായത്തെപ്പറ്റിയും സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് അച്ഛൻ. പിന്നെ ഇവിടെ എന്ത് നീതികേടാ മോള് കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ആകെ പെട്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുത്തശ്ശി ശ്രദ്ധിക്കുക കേട്ടോ. ഭാര്യയ്ക്കൊപ്പം ഭർത്താവ് നിൽക്കണമെന്നാണ് അച്ഛൻ്റെ വാദം. അതുകൊണ്ടാണല്ലോ മോൾക്കൊപ്പം വരാതെ ഞാനും വീട്ടിൽ തന്നെ നിന്നത്. പിന്നെ ആദർശ് പോയപ്പോൾ മോളും അവനൊപ്പം കൂടി അതത്ര വലിയ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അമ്മ തന്നെയാണ് ഇവിടുത്തെ പ്രതിയെന്ന് പറയുമ്പോൾ ഞാനോ? പിന്നല്ലാതെ അമ്മയ്ക്ക് മാത്രമല്ലേ അച്ഛനെ തിരുത്താൻ കഴിയത്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. ഇപ്പം ജയേട്ടനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കയർത്ത് സംസാരിക്കാറുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടെന്നും എന്ന് വെച്ച് എനിക്ക് കയർത്ത് സംസാരിക്കാൻ പറ്റുമോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. പിന്നെ ഞാനെന്നല്ല ആരും അദ്ദേഹത്തോട് മുഷിഞ്ഞ് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് മുത്തശ്ശി പറയണു. എന്നിട്ടും എന്നെ ആദർശ് വീട് വിട്ടതിന് ശേഷം മോള് പോകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ എന്ന് ചോദിക്കാം. ഇനി എൻ്റെ പേരിൽ ഒരു വഴക്കൊന്നും വേണ്ട മുത്തശ്ശി. പക്ഷെ മുത്തശ്ശൻ എന്നെ ഹോസ്പിറ്റലാക്കി പോയതിന് ശേഷം ഏതു നേരവും ഞാൻ മുത്തശ്ശനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നയന ഇങ്ങനെ പറഞ്ഞു. എന്താണെന്ന് അറിയത്തില്ല, എപ്പോഴും മുത്തശ്ശനെ കാണണമെന്നുള്ളൊരു തോന്നലാണെന്ന കാര്യം പറയുകയാണ് നയന. അപ്പോഴും ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ നയന മുത്തശ്ശിയുടെ ഒരു ഇതൊക്കെ എങ്ങനെയാണെന്ന്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാം മുത്തശ്ശി. ഇതൊന്നും പറഞ്ഞാൽ ഇപ്പം അച്ഛൻ്റെ തലയിൽ കയറത്തില്ല മോളെ, പ്രായം ചെല്ലും തോറും കൊച്ചുകുട്ടികളെക്കാൾ കഷ്ടമായിട്ടാണ് വരുന്നതെന്ന് ദേവയാനി ഇതൊക്കെ കേട്ടിട്ട് അവിടെ ഇരുന്ന് പറയും കേട്ടോ. അപ്പം ഇങ്ങനെയൊന്നും മുത്തശ്ശൻ്റെ മുന്നിൽ പോയി നിന്ന് സംസാരിച്ചേക്കല്ലേ അമ്മയെന്ന് നേരത്തെ നയന. മോൾക്ക് ഈ സമയത്ത് വേണ്ടത് നല്ല മനസമാധാനം. അത് കിട്ടാതിരിക്കാൻ ആര് കാരണക്കാരായാലും അത് അവരെ ബോധ്യപ്പെടുത്തണമെന്ന കാര്യം ദേവയാനി ഇങ്ങനെ നേരം പറഞ്ഞു. അമ്മ തന്നെയാണ് അതിന് ചുമതലപ്പെട്ട ആൾ, എന്നിട്ട് അമ്മ അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇനി ഇതേപ്പറ്റി വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് മുത്തശ്ശി പറയുന്നു. ഇനി ഒരു സംസാരം ഇതേപ്പറ്റി വേണ്ട എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും ആ ചേച്ചി അവർക്ക് ചായയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എലിസബത്ത് ചേച്ചി ചായ കൊണ്ടേ കൊടുത്തു. എല്ലാവരും അത് വാങ്ങിച്ചു കുടിച്ചു അങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയം എലിസബത്ത് ചേച്ചി മൂർത്തി സാറ് പാവമാണെന്ന് ഞാൻ എപ്പോഴും മോളോട് പറയാറുണ്ട് എന്ന് ആ ചേച്ചി പറയാം കേട്ടോ. അപ്പോൾ ഇവരോട് 3 പേരോട് കേട്ടോ, അദ്ദേഹത്തെ പോലെ വലിയൊരു മനുഷ്യനുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ ഒരു സമയത്ത് ജീവിച്ചു പോയതെന്നും ആ ചേച്ചി പറഞ്ഞു. അതെ, അങ്ങനെ എല്ലാവരോടും കാരുണ്യമൊക്കെ കാണിക്കാറുണ്ട് അച്ഛൻ. എലിസബത്തിനെ അറിയാം.
ഒരു സമയത്ത് നയനമോള് വീട്ടിലേക്ക് വരുമ്പോഴേ ഇവരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഞാൻ. അന്ന് പോലും അച്ഛൻ മോളെ വെറുത്തിട്ടില്ല എന്ന കാര്യമൊക്കെ പറയണം. അന്ന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് മോളുടെ കൂടെ നിൽക്കുമായിരുന്നു അച്ഛൻ. നേരം പുലരുന്നതിന് മുൻപ് വീട്ടുമുറ്റത്ത് കോലം വരയ്ക്കുന്ന മോള് അന്നൊക്കെ അച്ഛനൊരു അത്ഭുതമായിരുന്നു എന്ന കാര്യമൊക്കെ ദേവയാനി പറയാം. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളുണ്ടോ എന്ന് പോലും അച്ഛൻ ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണി കാണുന്നത് നല്ല കാഴ്ചയാണെന്നും പറഞ്ഞിട്ടുണ്ടെന്ന കാര്യവും പറയുകയാണ്. എന്നിട്ടിപ്പോൾ അച്ഛൻ അത്തരം കാഴ്ചകളൊന്നും കാണേണ്ടേ അമ്മയും ചോദിക്കുമ്പം ഇതൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് മോളെ, പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി എന്നോട് പറയാറില്ല എന്ന് പറയും. അതിനെ അമ്മ കുറച്ചുകൂടി ബോൾഡ് ആവണമെന്ന് പറഞ്ഞു ദേവയാനി. അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലല്ലേ, പഴയതുപോലെ എന്തെങ്കിലും പറയാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട മുത്തശ്ശി, ഞാൻ എൻ്റെ വിഷമം പറഞ്ഞെന്നേ ഉള്ളൂ എന്നിങ്ങനെ നമ്മുടെ നയന പറഞ്ഞു. പിന്നെ മുത്തശ്ശന് ആദർശേട്ടനോട് ദേഷ്യമൊക്കെ കാണുമായിരിക്കും, പക്ഷെ അമ്മ പറഞ്ഞതുപോലെ അത്ര വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ മുത്തശ്ശി. ആദർശേട്ടനോടൊപ്പം ഞാൻ വരാതിരുന്നെങ്കിൽ അതൊരു ഭാരമായിട്ട് എൻ്റെ മനസ്സിൽ തന്നെ കിടന്നേനെന്ന് പറഞ്ഞപ്പം അമ്മ ഈ സമയത്ത് മോൾക്ക് ഒരു തരത്തിലുള്ള വിഷമങ്ങളും കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. അത് മോളെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അതവരുടെ സ്വാർത്ഥതയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുക. അതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമേ. മുത്തശ്ശി അവിടെ നിന്ന് ഇങ്ങനെ കരയപ്പോൾ അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല. എന്തായാലും മുത്തശ്ശൻ്റെ മനസ്സിൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റൂ എന്ന് നമ്മുടെ നയന മനസ്സുകൊണ്ട് ചിന്തിക്കുക. അങ്ങനെ മുത്തശ്ശൻ്റെ മനസ്സിലുള്ളത് ചുരണ്ടിയെടുക്കാൻ നയന ഇവിടെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശൻ അനന്തപുരിയിൽ ഇരിക്കുക. മുത്തശ്ശി വന്ന് വിവരങ്ങളെല്ലാം പറയുവാണ്. ഞാൻ ഉറങ്ങാൻ നിർബന്ധിച്ചിട്ടും ഇദ്ദേഹം ഉറങ്ങാതെ ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത് എന്തിനാ, നേറി കഴിയല്ലായിരുന്നു എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുവാണ്. അതുപോലെ തന്നെയാ ഇപ്പം മോളുടെയും അവസ്ഥ. മോൾക്ക് വയ്യാതെ വന്നപ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എങ്കിലും അവിടെ വെച്ച് പോലും ഒന്നും സംസാരിക്കാതിരുന്നതിലേ മോൾക്ക് വലിയ വേദനയുണ്ടെന്ന കാര്യം പറയുമ്പം അതിലിപ്പോൾ ഞാനെന്താ വേണ്ടതെന്ന് ചോദിച്ചു മുത്തശ്ശൻ. എന്താ വേണ്ടതെന്ന് എന്നോടാണോ ചോദിക്കേണ്ടതെന്ന് മുത്തശ്ശി. ദേ മോളെ സ്നേഹിക്കുകയാണ് വേണ്ടതെന്ന് മുത്തശ്ശി പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ആകെ ധർമ്മസങ്കടത്തിലായി. എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ആദർശിൻ്റെ നയനമോളുടെയും കുഞ്ഞിനെ ഒന്ന് കാണാനായിട്ട് നമ്മൾ കാത്തിരിക്കല്ലേ. ഇവിടെ പലരും അങ്ങനെ തന്നെയാണ്. പിന്നെ വയറ്റിൽ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് നടക്കുന്ന നയനമോളെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ഇദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ മോള് ലോക്കപ്പിൽ കിടന്നപ്പോൾ ഞാൻ അനുഭവിച്ച ടെൻഷൻ എത്രയാണെന്ന് ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ അതേ ടെൻഷൻ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രണ്ടാളിൻ്റെയും സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ദുർവാശി കാണിക്കുന്നതിലൊന്നും അർത്ഥമില്ല എന്നും പറഞ്ഞു. അപ്പോൾ ആരാണ് ദുർവാശി കാണിച്ചത്? അതെന്താ താൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് അവസാനം മോൾക്കും കുഞ്ഞിനും ദോഷമായി മാറരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് മുത്തശ്ശി കരഞ്ഞുകൊണ്ട് മുത്തശ്ശനോട് പറയണം. ഇദ്ദേഹത്തെ തിരുത്താനും ഉപദേശിക്കാനും ഒന്നും ഞാൻ ആളല്ല, എങ്കിലും മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് മുത്തശ്ശി പറയുമ്പം ശരി, ഇതിന് വ്യക്തമായൊരു തീരുമാനം എടുക്കേണ്ട സമയമായി, അത് ഞാൻ എടുത്തോളാമെന്ന് മുത്തശ്ശൻ. ഞാൻ എന്തായാലും എലിസബത്തിനെ ഒന്ന് വിളിക്കട്ടെ. അവളെപ്പോലൊരു കഴിവുള്ള ഹോം നേഴ്സിനെ അവിടേക്ക് വിട്ടത് മോൾക്ക് എല്ലാ രീതിയിലും സന്തോഷവും സംരക്ഷണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? മോളിപ്പോൾ ആഗ്രഹിക്കുന്നതേ ഇദ്ദേഹത്തിൻ്റെ സ്നേഹമാണെന്ന് മുത്തശ്ശി ഇങ്ങനെ പറയണു. ഇദ്ദേഹം അടുത്ത് ചെന്നിട്ട് ഒരു മുത്തശ്ശൻ്റെ സ്നേഹം കൊടുത്താലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോൾക്കത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്ത് സന്തോഷമായിരിക്കുമെന്ന കാര്യവും പറയുന്നു മുത്തശ്ശി. അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.